ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് എറണാകുളത്തെ വൈപ്പിൻ ദ്വീപിലാണ്. വൈപ്പിനിലെ ഏറ്റവും സുന്ദരമായ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ കാണുന്ന കുഴുപ്പള്ളി ആണെന്ന്. ചുറ്റും വെള്ളമാണ്, വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലം തന്നെയാണിത്. മീൻപിടുത്തക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ തന്നെയാണിത്. ദേ ഈ ചേട്ടൻ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ വഞ്ചിയിൽ തുഴഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആളതേ ഇപ്പോൾ ഒരു വലയിട്ട് നോക്കുന്നുണ്ട്. കുറച്ചു നേരം ഞങ്ങളിവിടെ നിന്നു ആൾ മീൻ പിടിക്കുന്നു നോക്കി. ഈ പ്രകൃതിയും ഈ കാഴ്ചയും എല്ലാം സുന്ദരം തന്നെയാണ് ഇവിടെ. ഈ റോഡ് അവസാനിക്കുന്നത് കുഴുപ്പള്ളിയിലെ ബീച്ചിലാണ്. ടൂറിസ്റ്റുകളെ ആകർഷിക്കാനായിട്ട് ഇവിടെ സിപ്പ് ലൈനൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ബോട്ടിങ് അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈപ്പിലെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊന്നാണിത്. ഇവിടുത്തെ ബീച്ചിൽ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ അപകടമൊക്കെ ഉണ്ടായിട്ട് ഇപ്പം അത് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെ തോട്ടിലൊക്കെ മീൻ പിടിക്കുന്ന ചേട്ടന്മാരെയൊക്കെ കാണാം. മീൻപിടുത്തമാണ് വൈപ്പിലുള്ള സാധാരണക്കാരുടെ ജീവിതമാർഗം. ഇപ്പോൾ നമ്മൾ വൈപ്പിലെ കുഴുപ്പള്ളി ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ ഒരു മീൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചെരുപ്പുകൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അകലെ നിന്ന് കണ്ടാൽ അങ്ങനെ തോന്നില്ല. നല്ല ഭംഗിയുണ്ട് ഈ മീനെ കാണാനായിട്ട്. ഞാൻ എത്തിയത് ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് ബീച്ചിൽ നിറച്ച ആൾക്കാരുണ്ട്. സാധാരണയായിട്ട് ചില ബീച്ചുകളിലൊക്കെ കടൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കല്ല് പാകിയിട്ടില്ലേ, കല്ലൊക്കെ വിരിച്ചിട്ടില്ലേ. അങ്ങനെ ഇവിടെ കാണാൻ സാധിച്ചില്ല. നമുക്ക് ഓടി നടക്കാം, സൗകര്യമാണ് ഇവിടെ. കുതിര സവാരിക്ക് ഒരു കുതിര ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ പട്ടം പറത്താം, ചെറിയ ചെറിയ തട്ടുകടകൾ. ഈ ബീച്ചിനെ കുറിച്ച് എറണാകുളത്തുള്ള അധികം പേർക്കൊന്നും അറിയില്ല. എല്ലാവരും ചെറായി ബീച്ചിലേക്കാണ് പോകുന്നത്. കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറായിക്കാലും വലിയൊരു ബീച്ചാവാൻ സാധ്യതയുണ്ട്. ചെറായിക്ക് ഇവിടുന്ന് നിസ്സാര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. വിസിലടിച്ചെടുക്കുന്ന ലൈഫ് ഗാർഡുകളെ അധികം പേരെ കണ്ടില്ല. ലൈഫ് ഗാർഡുകളൊക്കെ ഉണ്ടായി കാണും, പക്ഷെ ഇത് അത്ര അപകടമുള്ള ബീച്ചല്ല. അതുകൊണ്ട് അങ്ങനെ ആരെയും കണ്ടില്ല. പിന്നെ ഇവിടെയുള്ള കുറച്ച് ചേട്ടന്മാർ മണലിൽ ഇങ്ങനെ മത്സ്യകന്യകയുടെ രൂപം ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും ഒരു കലാകാരന്മാർ തന്നെയാണ്, നല്ല ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെയായാലും ഇത് നല്ലൊരു ബീച്ചാണ്. നമുക്ക് ഒരു വൈകുന്നേരമൊക്കെ ചിലവഴിക്കാൻ പറ്റിയ നല്ലൊരിടം.